എല്ലാ അമ്മമാരും 10 മാസം ഗർഭം ധരിച്ച് വേദന സഹിച്ച് പ്രസവിച്ചതിന്റെ കണക്കുകൾ മക്കളോടും ഭർത്താക്കന്മാരോടുമൊക്കെ പറയുന്നവരാണ്. പറയാത്തവരും ഉണ്ടാകാം. എന്നാൽ ഇതൊന്നും പറയാതെ നിശബ്ദം കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട്. പിതാവ്, അച്ഛൻ, ബാപ്പ, ഉപ്പ എന്നൊക്കെ പറയുന്ന ആൾ. ജൂൺ മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച ഫാദേഴ്സ് ഡേ ആയിട്ടാണ് കൊണ്ടാടുന്നത്. ഞാൻ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് എൻ്റെ ഉപ്പയാണ്. അത് ഇന്നും എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കെയറിങ്ങും വാത്സല്യവും സ്നേഹവും ഇന്നും എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഫാദേഴ്സ് ഡേയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ കുട്ടിയും പിതാവിന്റെ കൈപിടിച്ച് തന്നെയാണ് ജീവിതത്തിലേക്ക് നടന്നത്. ജീവിതത്തിലെ ആദ്യത്തെ സംരക്ഷകനാണ് പിതാവ്. ഒരിക്കലും ക്ഷീണിക്കാത്ത ശാന്തമായ ഒരു ശക്തിയാണ് പിതാവ്. ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. അറിയപ്പെടാത്ത ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. കുട്ടികൾ വീഴുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ മാത്രമല്ല, അവരെ പറന്നുയരാൻ കൂടിയാണ് പിതാവ് പഠിപ്പിക്കുന്നത്. കുട്ടികൾ സ്വപ്നം കാണാൻ സ്വന്തം സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു പിതാവ് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് വാക്കുകളിലൂടെയല്ല, പ്രവർത്തികളിലൂടെയാണ്. സ്വന്തം കഷ്ടപ്പാടുകളുടെ മറവിൽ കുട്ടികൾക്ക് പുഞ്ചിരി സമ്മാനിക്കാൻ പിതാവ് മടിക്കാറില്ല. എന്നെ ഞാനാക്കിയ എന്റെ ഉപ്പയുടെ സ്നേഹവും കരുതലും വാത്സല്യവുമൊക്കെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇന്നും എന്നെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഏത് പ്രതിസന്ധികളിലും ആ സ്നേഹസ്പർശം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതെനിക്ക് ഒരുപാട് എനർജിയും നൽകുന്നുണ്ട്. കുട്ടികളുള്ള എല്ലാ പുരുഷന്മാർക്കും നല്ലൊരു പിതാവാകാൻ കഴിയട്ടെ എന്ന് എന്റെ ഹൃദയം നിറഞ്ഞ് ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ഫാദേഴ്സ് ഡേ. ടേക്ക് കെയർ.